നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലിന് മുന്നറിയിപ്പുമായി യമനിലെ ഹൂതികൾ. ഇസ്രായേലുമായി നേരിട്ടുള്ള യുദ്ധത്തിന്റെ നാളുകളായിരിക്കും ഇനിയെന്ന് യമനിലെ ഹൂതികൾ മുന്നറിയിപ്പ് നൽകി. ദീർഘകാല യുദ്ധത്തിന് സജ്ജമാണെന്നും ഹൂതികൾ അറിയിച്ചു. ഹുദൈദ ആക്രമണത്തിന് കടുത്ത തിരിച്ചടിയുണ്ടാകുമെന്നും അത് വൈകില്ലെന്നുമാണ് ഹൂതികളുടെ മുന്നറിയിപ്പ്. ഹൂതികളുടെ ഭാഗത്തു നിന്ന് ആക്രമണമുണ്ടായാൽ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് യോഗം ചർച്ച ചെയ്തു. ഹൂതികളുടെ സൈനിക ശേഷി ദുർബലപ്പെടുത്താനുള്ള നീക്കവും ഇസ്രായേൽ ആലോചിക്കുന്നുണ്ട്. അത്തരത്തിലൊരു നീക്കം നടത്തണമെങ്കിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സഹായം വേണം. ഈ രണ്ട് രാജ്യങ്ങളുടെയും സഹായത്തോടെയാകും ഹൂതികളുടെ സൈനിക ശേഷി ദുർബലപ്പെടുത്തുക. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും ഇന്നലെ ആക്രമണം നടത്തിയിരുന്നു. ഇസ്രായേൽ യമൻ സംഘർഷത്തിൽ ആശങ്കയോടെയാണ് ഗൾഫ് രാജ്യങ്ങളായിരിക്കുന്നത്. യുദ്ധം വ്യാപിപ്പിക്കുന്നത് തടയാനുള്ള മാർഗങ്ങൾ അവലംബിക്കണമെന്ന് UN മുന്നറിയിപ്പ് നൽകി. എന്തായാലും ഹൂതികളുടെ വലിയൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഹൂതികൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വെടിനിർത്തൽ ചർച്ചയുമായുള്ള കൂടുതൽ വിവരങ്ങൾ നോക്കാം. വെടിനിർത്തൽ ചർച്ചയുമായി മുന്നോട്ടു പോകാൻ ഇസ്രായേൽ നേതൃത്വം നെതന്യാഹുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന 6 മണിക്കൂറോളം നീണ്ട ചർച്ചയിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ദോഹയിലേക്ക് സംഘത്തെ അയക്കാൻ ധാരണയായി. അതേസമയം വെടിനിർത്തൽ ചർച്ച ഒരിടത്ത് പുരോഗമിക്കവേ ഗാസയിൽ ആക്രമണം ഇസ്രായേൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിലടക്കം സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണം 64 പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇതുവരെ 38,983 പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 2 ലെബനാൻ സൈനികർക്ക് പരിക്കേറ്റു. ശനിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു, 83 പേർക്ക് പരിക്കേറ്റു, 3 പേരെ കാണാതായി. അതേസമയം കടുത്ത നിലപാടിൽ നിന്നും പിൻവാങ്ങിയ നെതന്യാഹുവിന് പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് നന്ദി അറിയിച്ചു. സുപ്രധാന ചർച്ചകൾക്ക് നെതന്യാഹു അമേരിക്കയിലേക്ക് പുറപ്പെട്ടു. വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കാതെ US തിരിക്കുന്ന നെതന്യാഹുവിനെതിരെ ടെൽ അവീവ് വിമാനത്താവളത്തിന് മുന്നിൽ ആയിരങ്ങൾ പ്രതിഷേധിച്ചു. അതേസമയം യമനിലെ ഹുദൈദയിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് വലിയൊരു നടുക്കമുളവാക്കിയിരിക്കുകയാണ്. ഹുദൈദ തുറമുഖത്തോട് ചേർന്ന എണ്ണ സംഭരണ വൈദ്യുതി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു വ്യോമാക്രമണം. ടെൽ അവീവ് ഡ്രോൺ ആക്രമണത്തിനുള്ള പ്രതികാരമാണ് ഹുദൈദയ്ക്ക് നേരെയുള്ള സൈനിക നടപടിയെന്ന് ഇസ്രായേൽ അറിയിച്ചിരുന്നു. ആക്രമണത്തിൽ തങ്ങൾ നേരിട്ട് പങ്കെടുത്തില്ല എന്നാണ് അമേരിക്കയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.